ഗവർണർക്കെതിരെയുള്ള നിലപാടിൽ ഉറച്ച് മന്ത്രി വി ശിവൻകുട്ടി. രാജ്ഭവൻ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളും ചിഹ്നങ്ങളും പൂജിക്കേണ്ട സ്ഥലമല്ല. അതിന് ഗവർണർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നും മന്ത്രി ചോദിച്ചു. രാജ്ഭവനിലെ കാവ്യവൽക്കരണത്തിനെതിരെയുള്ള നിലപാടിൽ ഉറച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഒരു വനിത കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് രാജ്ഭവനിൽ കണ്ടത്. RSS ആശയം കുട്ടികളിൽ എത്തിക്കാനാണ് ഗവർണർ ശ്രമിച്ചത്. അത് ശരിയായില്ല. സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടിയിൽ ഇറങ്ങിപ്പോയത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ. ആശയപ്രചരണത്തിന് ഗവർണറെ ചുമതലപ്പെടുത്തിയിട്ടില്ല. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ സങ്കല്പം മതേതര മൂല്യത്തിനെതിരാണ്. ഗാന്ധി ചിത്രമായിരുന്നു അവിടെയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും മന്ത്രി വ്യക്തമാക്കി. ഗവർണർക്ക് എന്താ അധികാരമുള്ളത്? അവിടെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് അത് ഗവൺമെൻറ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? അവിടെ ഇപ്പോൾ ഒരു മഹാത്മാഗാന്ധിയുടെ പടം വച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ് മഹാത്മാഗാന്ധി. ഇതൊരു വനിതയുടെ ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് RSSൻ്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും? ഇതുപോലുള്ള ഗവർണർമാരായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നാളെ മുഖ്യമന്ത്രിയുടെ എൻ്റെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിൽ കാർൽ മാർക്സിൻ്റെ, എംഗൽസിൻ്റെയും ലെനിൻ്റെയും നമ്മുടെ CPMൻ്റെ നേതാക്കന്മാരുടെ പടമെല്ലാം കൊണ്ട് വെച്ച് ദിവസവും എല്ലാ ജീവനക്കാരും വന്ന് മാരെ പൂവിട്ട് നമസ്കരിച്ചിട്ട് മാത്രമേ സീറ്റിലിരിക്കാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനിച്ചാൽ. തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ച ABVP പ്രവർത്തകർ കാറിന് മുമ്പിലെ ദേശീയ പതാക വലിച്ചു കീറി. ദേശീയ പതാകയോടുള്ള അവഹേളനമാണത്. ABVPയെ നിയന്ത്രിക്കുന്നത് രാജ്ഭവനാണ്. രാജ്ഭവൻ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുമായി മുന്നോട്ട് പോകട്ടെ. സർക്കാർ ഭരണഘടനാ സംരക്ഷണ നിലപാടുമായി മുന്നോട്ട് പോകും. ഒരു വനിതയുടെ കയ്യിൽ RSSന്റെ കൊടി കൊടുത്ത ചിത്രം പൂജിക്കുന്ന പരിപാടിയിൽ ജനാധിപത്യ ബോധമുള്ള ആരും പോകില്ലെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.